ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്, വറുത്തരച്ച കടലക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കടലക്കറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഈ കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 8 മണിക്കൂറെങ്കിലും കടല നന്നായിട്ട് സോക്ക് ചെയ്താലാണ് കടല നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കടലക്കറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം ചെയ്യുന്നത് കുക്കറിലാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായി. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയിലേക്ക് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് അത് വാടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ചേർക്കാത്തത് ഇത് അടി പിടിക്കും, അതുകൊണ്ടാണ്. 2 പച്ചമുളക് കൂടെ ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടണം. 1 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി സവാളയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ അടിയിൽ പിടിക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ആദ്യം തന്നെ ചേർക്കുമ്പോൾ. ഇനി ഇതിപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ അതങ്ങ് പതുക്കെ അത് വിട്ടു പോന്നോളും. ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടയണം. ഇതില്ലേ, ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ അടി പിടിച്ചതല്ലാതെ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിടുക. 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടിയിടാം കേട്ടോ. ഒരു 30 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് ഇത് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഈ അളവുകളൊന്നും കൂടി പോകരുത്, ഇതിപ്പോൾ കറക്റ്റ് അളവാണ്. ഗരം മസാല ഒരിക്കലും കൂടി പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി കടല ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് കടല ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലയുടെ മേലെ നിൽക്കുന്നത് മാതിരി വേണം വെള്ളം ചേർക്കാൻ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. എൻ്റെ കുക്കറിന് ഇത്രയും സമയം എടുത്താലാണ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ കടല വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് കടലയ്ക്ക് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കറക്റ്റ് ലെവലിൽ തന്നെ എടുക്കുക, കൂടി പോവണ്ട. അപ്പോൾ ഇതിപ്പോൾ ചിരണ്ടിയപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഒരേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ചില സമയം നമുക്ക് ചില ചിരകിൽ ചിരകുമ്പോൾ അത് കുറച്ച് വലിയ പീസസ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ട് 2 പൾസ് കൊടുക്കുക. അപ്പോൾ എല്ലാ തേങ്ങയും ഒരേപോലെ കിട്ടും. ഒരേപോലെ കിട്ടിയാലാണ് ഒരേപോലെ വറുത്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ വറുക്കുന്നതിന് ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. എണ്ണ ചേർക്കാതെയാണ് ഞാനിപ്പോൾ വറുത്തെടുക്കുന്നത്.
ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് പതുക്കെ വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അത് കത്തിപ്പോവാതെ ശ്രദ്ധിക്കണം. തേങ്ങ വറുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടുന്ന് മാറിപ്പോവുള്ളൂ. തേങ്ങ കത്തിപ്പോയാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും, പിന്നെ അത് കഴിക്കാൻ നല്ലതാവില്ല. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് കത്തിപ്പോവും. ആ പാനിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അഥവാ നന്നായിട്ട് വറുത്ത് എന്ന് തോന്നുവാണെങ്കിൽ പാനിൽ നിന്ന് അപ്പം തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ കളറെല്ലാം മാറിപ്പോവും. ഉണ്ടല്ലേ, ഇപ്പോൾ അതാ ഓഫ് ചെയ്തിട്ടും കറക്റ്റ് കളറിൽ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വറുത്തെടുക്കുക. അപ്പോൾ പാനിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കടല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെന്താലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പും കുറച്ചുകൂടെ വെള്ളവും ചേർത്താണ് അരച്ചിരിക്കുന്നത്. വെള്ളം കൂടിപ്പോയാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെള്ളം പറ്റണം, എന്നാലാണ് അരപ്പിലേക്ക് മസാലയെല്ലാം പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വെള്ളം പറ്റട്ടെ. അപ്പോൾ കറി ഇവിടെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കുക. എനിക്കിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കറി കുറുകുന്നതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എനിക്കിപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകിയ കറിയാണ് വേണ്ടത്. ഇനി ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് സെറ്റാവും. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചുമന്നുള്ളിയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 5 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 10 എടുക്കാം. നന്നായിട്ട് ചെറുതായിട്ട് അരിയാം. ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പാനിൽ നിന്നുള്ള എണ്ണയെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.